So good evening dear students. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ വാട്ട് യു മീൻ ബൈ ജെനറ്റിക്സ് അതൊന്നും ഇനിയിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം ലാസ്റ്റ് മിനിറ്റ് ആണ്. സോ ഒരു ക്വിക്ക് റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് ജീൻസ്. ഓക്കെ, ദാറ്റ് പാർട്ടിക്കിൾസ് വിച്ച് ആർ കൺട്രോളിങ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇവിടെ നമുക്ക് രണ്ട് സയന്റിസ്റ്റുകളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ആൾക്കാരുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇതിൽ ജെയിംസ് ഡി.വൈ. വാട്സണും എന്താ പറയുക, അതേപോലെ തന്നെ നമ്മളുടെ ഫ്രാൻസിസ് ക്രിക്കും. ഓക്കെ, ക്രിക്കിന്റെ കാര്യം ഓർത്തു വെക്കുക. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA കണ്ടുപിടിക്കുന്നത്. ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. Actually, the idea for the double helical structure of DNA was provided by a X-ray diffraction provided by Rosalind Franklin, Maurice Wilkins and Rosalind Franklin. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ചാപ്റ്ററിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതാണ് ഇവരുടെ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ ഒരാൾ ഫിസിക്സിന്റെ ഫിസിക്സിൽ ഗ്രാജുവേറ്റ് ചെയ്ത ആളും ഒരാൾ ബയോളജിയാണ്. അയാൾ ആരൊക്കെയാണ്, ഒരാൾ യങ് ആയിരുന്നു, ഒരാൾ ഓൾഡ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഏജും അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ചേക്കുക. സംടൈംസ് മേ ബി എന്താ പറയുക, മാത്സ് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും വി ഹാവ് ടു മെൻഷൻ എ നെയിം, ഗ്രിഗർ ജോഹാൻ മെൻഡൽ. അദ്ദേഹത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ സെല്ലോ ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം വിത്ത് ഓൺലി അബൌട്ട് എന്താ പറയുക ഒബ്സർവേഷൻ കൊണ്ട് മാത്രം എന്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ലോസും കുറച്ച് എന്താ പറയുക കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പൈസം സറ്റൈവം എന്ന് പറയുന്ന പ്ലാനിലാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആൾക്കാരും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിവേ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്. പൈസം സറ്റൈവം എന്ന് പറയുന്ന പ്ലാന്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ഗ്രിഗർ ജോഹാൻ മെൻഡല് ഈ പറയുന്ന ഒബ്സർവേഷൻസ് നടത്തിയിരിക്കുന്നത്. അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇന്ന് നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണപ്പെടുന്ന അനിമൽസ് എല്ലാം പണ്ടത്തെ മനുഷ്യന്മാർ സെലക്ട് ചെയ്ത് വളർത്തി ബ്രീഡ് ചെയ്തെടുത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാർ മാത്രമാണ് ഇന്നിവിടെ ഉള്ളതെന്ന് പറയുന്നു. അപ്പൊ അവിടെ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ, അതായത് ആർട്ടിഫിഷ്യലി നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത അനിമൽസിന്റെ ഒക്കെ പ്രോജനീസ് ആണ് ഇന്ന് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കുക. സോ ഇവിടെ തൊട്ടാണ് നമുക്ക് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ തുടങ്ങുന്നത്. അതായത് മെന്റലിന്റെ ലോസിനെ പറ്റിയിട്ട് പറയുന്ന റീജൻ കണ്ടോ, മെന്റൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. അതില് മെന്റൽ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് സ്റ്റഡി ചെയ്തത്. 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണത്, അത് ചോദിക്കാം. ഏതൊക്കെയാണത്? ഒന്ന് സീഡ് ഷേപ്പ്. സീഡ് ഷേപ്പിൽ തന്നെ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ റൗണ്ടും ആൻഡ് റെസസീവ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ റിങ്കിൾഡ്. വാട്ട് ഡു യു മീൻ ബൈ എ ഡോമിനന്റ് ട്രേറ്റ് ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ എ റെസസീവ് ട്രേറ്റ്? എന്താണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാറ്റ് ഈസ്, ഇപ്പോ നിങ്ങൾ പ്യുവർലി ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ എടുക്കുക. ഓക്കെ, ആൻഡ് പ്യുവർലി ടോൾ ആയിട്ടുള്ള പ്ലാന്റിനെ നിങ്ങൾ പ്യുവർലി ഡ്വാർഫ് ആയിട്ടുള്ള ഒരു പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ജനറേഷൻ കിട്ടും. ദാറ്റ് വിൽ ബി ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഈ പ്ലാന്റ് എന്തായിരിക്കും, ടോൾ ആയിരിക്കും അല്ലെ. ഈ പ്ലാന്റിനെ ഇതേ പ്ലാന്റുമായിട്ട് തന്നെ വീണ്ടും ക്രോസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് ജനറേഷൻ കിട്ടും, F2 ജനറേഷൻ കിട്ടും. അവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടെണ്ണം ആൻഡ് സ്മോൾ ടി ഇങ്ങനെ 4 പ്ലാന്റ്സിനെ കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജനറേഷനിൽ ടോൾ ഉണ്ടായിരുന്നു. ആ ജനറേഷൻ ക്രോസ് ചെയ്തപ്പോഴും ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെ തന്നെ നിന്നു. അടുത്ത ജനറേഷനിൽ നിങ്ങൾക്ക് ടോളിനെ കാണാൻ പറ്റി. പക്ഷേ റെസസീവ് ക്യാരക്ടർ എന്തായിരുന്നു, ഡ്വാർഫ്. അത് ഈ ജനറേഷനിൽ കാണിച്ചിട്ടേ ഇല്ല, പക്ഷെ നെക്സ്റ്റ് ജനറേഷനിൽ എടുത്ത് കാണിച്ചു. അപ്പോ F1 കാണിക്കാതിരിക്കുകയും F2 എടുത്ത് കാണിക്കുകയും ചെയ്ത ഈ ക്യാരക്ടറെ നമുക്ക് റെസസീവ് ക്യാരക്ടർ എന്നും, F1 F2 കാണിച്ച ക്യാരക്ടർ ആയിട്ടുള്ള ടോളിനെ നമുക്ക് എന്ത് വിളിക്കാം, ഡോമിനന്റ് ക്യാരക്ടർ എന്നും വിളിക്കാം. അതായത് എല്ലാ ജനറേഷനിൽ എടുത്ത് കാണിക്കുന്നത് ഡോമിനന്റ് ക്യാരക്ടറും ജനറേഷൻ സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നത് എന്തായിരിക്കും, റെസസീവ് ക്യാരക്ടർ ആയിരിക്കും എന്ന് ഓർക്കുക. പിന്നെയും ഡോമിനൻസിന് വേറൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഹോമോസൈഗസ് കണ്ടീഷനിലും ഹെട്രോസൈഗസ് കണ്ടീഷനിലും വാട്ട് യു ആർ സീയിങ് ദ ഫീനോടൈപ്പ്, നിങ്ങൾ എന്താണോ ഫീനോടൈപ്പ് കാണുന്നത് അത് ഡോമിനന്റ് ക്യാരക്ടർ ആണ്. എന്നാൽ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രം എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും എന്ത്, ഈ പറയുന്ന റെസസീവ് ക്യാരക്ടർ. അപ്പം റെസസീവ് ക്യാരക്ടർ ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ. ഡോമിനന്റ് ക്യാരക്ടർ ഹോമോസൈഗസിലും എക്സ്പ്രസ് ചെയ്യാം, ഹെട്രോസൈഗസ്. ഇനി ഹോമോസൈഗസ് ഹെട്രോസൈഗസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഹോമോസൈഗസ് എന്നാണ് രണ്ട് അല്ലീൽസും സെയിം അല്ലെ, ഹെട്രോസൈഗസ് ആണ് രണ്ട് അല്ലീൽസ് ഡിഫറെന്റ് അല്ലെ. ആൻഡ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സെയിം അല്ലെ, സെയിം ആണ് ബട്ട് റെസസീവ് ആണ്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ക്ലിയർ?
സോ അതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് നടന്നിരുന്ന ടൈം ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം ഏകദേശം 7 years ആണ് എക്സ്പെരിമെന്റ് നടത്തിയെന്ന് പറയുന്നുണ്ട്. 1856 to 1863 ആണ് പറയുന്നത്. എന്നിട്ട് മെൻഡല് അത് വെച്ചിട്ട് മെൻഡല് 3 ലോസ് ആണ് എന്താണ് പ്രപ്പോസ് ചെയ്തത്. നിങ്ങൾക്ക് പറയാമോ ഏതൊക്കെ ലോസ് ആണെന്ന്? ഏതൊക്കെ ലോസ് ആണ് മെൻഡൽ പ്രപ്പോസ് ചെയ്തത്? മെൻഡലിന് 3 ലോസ് ഓർത്ത് വെക്കുക. വൺ ഈസ് കോൾഡ് ലോ ഓഫ് ഡോമിനൻസ്. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? ലോ ഓഫ് segregation. Okay, segregation. And മൂന്നാമത്തത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പൊ ഇതാണ് മെൻഡലിന്റെ 3 മെയിൻ ലോസ് വരുന്നത്. ഇതിൽ ഒരു കാര്യം എൻട്രൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും യു ക്യാൻ എക്സ്പ്ലെയിൻ വിത്ത് എ മോണോഹൈബ്രിഡ് ക്രോസ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺലി ബൈ എ ഡൈഹൈബ്രിഡ് ക്രോസ്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ എന്താണ് ഫ്ലവറിന്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതിൽ ഡോമിനന്റ് ക്യാരക്ടറും റെസസീവ് ക്യാരക്ടറും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ മെൻഡലിന്റെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെൻഡലിന് വേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പ്യുവർലി ക്യാരക്ടറുള്ള അല്ലെങ്കിൽ പ്യുവർ ക്യാരക്ടറുള്ള ഒരു ഡോമിനന്റ് പ്ലാന്റിനെയും പ്യുവർ ക്യാരക്ടറുള്ള ഒരു റെസസീവ് പ്ലാന്റിനെയും എങ്ങനെയാണ് നമുക്ക് പ്യുവർലി ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിനെയും പ്യുവർലി ഡോർഫ്, ഞാനിപ്പോൾ ടോളും ഡോർഫും ആണ് എടുക്കുന്നത്, അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, റൗണ്ട് റിങ്കിൾഡും എടുക്കാം, ഏത് ക്യാരക്ടർ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ടോൾ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ടോൾ പ്ലാന്റിനെ അതേ പ്ലാന്റുമായിട്ട് തന്നെ ഞാൻ സെൽഫ് ക്രോസിംഗ് നടത്താം. സെൽഫ് ക്രോസിംഗ് നടത്തുമ്പോൾ എനിക്ക് അടുത്ത ജനറേഷനിലും ടോൾ കിട്ടിയെന്ന് വിചാരിക്കാം. ആ കിട്ടുന്ന പ്ലാന്റിനെ വീണ്ടും എന്ത് ചെയ്യുക? സെൽഫ് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ്ലി സെൽഫ് ക്രോസിംഗ് നടത്തുമ്പോൾ എല്ലാ ജനറേഷനിലും എനിക്ക് ടോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദിസ് പ്ലാന്റ് ഈസ് എ പ്യുവർലി ടോൾ പ്ലാന്റ്. അതൊരു പ്യുവർലി ടോൾ പ്ലാന്റ് ആണ്. എന്താണ് പ്യുവർലി ടോൾ പ്ലാന്റ്? അയാളുടെ 2 അല്ലിയിലും എന്തായിരിക്കും? ഡോമിനന്റ് ആയിരിക്കും, ക്യാപിറ്റൽ ടി ആയിരിക്കും. ഇതേ കാര്യം നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യുക? ഡ്വാർഫിൽ അപ്ലൈ ചെയ്യുക. ഒരു ഡ്വാർഫ് പ്ലാന്റിനെ എടുക്കുക, എന്നിട്ട് അതിനെ ഡ്വാർഫുമായിട്ട് തന്നെ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ജനറേഷനിലും നിങ്ങൾക്ക് ഡ്വാർഫ് തന്നെ കിട്ടുകയാണെങ്കിൽ അതെന്താണ്? പ്യുവർലി ഡ്വാർഫ് പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോ മെൻഡലിന്റെ എക്സ്പെരിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? പ്യുവർലി ഡ്വാർഫും പ്യുവർലി ടോളുമായിട്ടുള്ള പ്ലാന്റ്സിനെ വേണം. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെ നമ്മൾ പ്യുവർലി ടോളും പ്യുവർലി ഡ്വാർഫ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എത്ര ട്രൂ ബ്രീഡിംഗ് പ്ലാന്റിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. ഇപ്പോ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റിന് വേണ്ടി 2 പ്ലാന്റ് ഉണ്ടാക്കി, ടോളിന്റെ പ്യുവറും ഡ്വാർഫിന്റെ പ്യുവറും ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹം 14 ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതേപോലെ പോഡിന്റെ ഷേപ്പിൽ ഇൻഫ്ലേറ്റഡ് ഉണ്ട്, കൺസ്ട്രക്റ്റഡ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് നമ്മളുടെ എന്താ പറയാ, ഇവിടെ ആർട്ടിഫിഷ്യലി നമ്മൾ പോളിനേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിക്കുന്നത്, ഇമാസ്കുലേഷനും അതേപോലെ തന്നെ ഡസ്റ്റിങ്ങും ബാഗിങ്ങും ഒക്കെ എന്ന് പറഞ്ഞ പരിപാടികൾ, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. യു ക്യാൻ സീ ഹിയർ സ്റ്റെം ഹൈറ്റിൽ തന്നെ ടോളും ഡോർഫും ഫ്ലവർ കളറിൽ വയലറ്റും വൈറ്റും, ഇതൊക്കെ നോക്കണേ. അതിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഡോമിനന്റ്, സെക്കൻഡ് എഴുതിയിരിക്കുന്നത് എന്താണ്? റെസസീവ് ആണെന്ന് മനസ്സിലാക്കുക. ഫ്ലവർ പൊസിഷനിൽ ആക്സിലും ടെർമിനലും, പോഡ് ഷേപ്പിൽ ഇൻഫ്ലേറ്റഡും കൺസ്ട്രക്റ്റഡും, പോഡ് കളറിൽ ഗ്രീൻ ആൻഡ് യെല്ലോ, സീഡ് ഷേപ്പിൽ റൗണ്ട് ഓർ റിങ്കിൾഡ്, സീഡ് കളർ യെല്ലോ ബാർ ഗ്രീൻ. ഓക്കെ, അപ്പോ നമ്മൾ മെന്റലിന്റെ എക്സ്പെരിമെന്റ്സിലേക്ക് കടക്കാൻ പോവാണ്. മെന്റലിന്റെ എക്സ്പെരിമെന്റ്സിലേക്ക് കടക്കുമ്പോൾ ആദ്യം മെന്റൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെന്റൽ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ആദ്യം പഠിച്ചു. ആദ്യം തിടുക്കമൊന്നും കാണിച്ചില്ല, ഒരുപാട് ക്യാരക്ടറൊന്നും എടുത്ത് സ്റ്റഡി ചെയ്തില്ല. സ്റ്റഡി ചെയ്തത് ഒറ്റ ക്യാരക്ടറാണ്. ആദ്യം അദ്ദേഹം സ്റ്റഡി ചെയ്തത് എന്താണ്? അദ്ദേഹം സ്റ്റഡി ചെയ്തത് ഇപ്പോൾ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആണെന്ന് എടുക്കുക. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും? പ്യുവർലി ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ആൻഡ് ഒരു പ്യുവർലി ഡ്വാർഫ് ആയിട്ടുള്ള പ്ലാന്റിനെ എടുത്തിട്ടുണ്ടാവും. എവരെ തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. എവരെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് പാരന്റ് 1, ഇത് പാരന്റ് 1, ഇതാരാണ്? പാരന്റ് 2. ഒരു പാരന്റും തന്റെ കയ്യിലിരിക്കുന്ന ക്യാരക്ടറിന്റെ അല്ലീൽസിനെ അങ്ങനെ തന്നെ കുട്ടിയിലേക്ക് കൊടുക്കില്ല. ഇയാൾ എന്താ ചെയ്യുക? ഇയാളുടെ കയ്യിലിരിക്കുന്ന ഒരു അല്ലീലിനെ ഒരു ഗ്യാമീറ്റിനകത്താക്കുകയും മറ്റേ അല്ലീലിനെ മറ്റേ ഗ്യാമീറ്റിനകത്താക്കുകയും ചെയ്യും. ആൻഡ് ഇയാളും ഇതുപോലെ തന്നെ എന്താണ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 2 ഗ്യാമീറ്റിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അറ്റ് ദ ടൈം ഓഫ് ഗ്യാമീറ്റ് പ്രൊഡക്ഷൻ ദ 2 alleles in the parent separate and segregate. അത് സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ഗ്യാമീറ്റിനകത്ത് ഓരോ അല്ലീലേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനിയുള്ളതൊക്കെ പ്രോബബിലിറ്റി ആണ്. എന്താണത്? ഈ ക്യാപിറ്റൽ ടി ഈ സ്മോൾ ടി ആയിട്ട് ചേരുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതേ ക്യാപിറ്റൽ ടിക്ക് വേണമെങ്കിൽ ഈ സ്മോൾ ടി ആയിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി സ്മോൾ ടി.
ഈ ക്യാപിറ്റൽ ടി ഈ സ്മോൾ ടി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലോ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഈ ക്യാപിറ്റൽ ടി ഈ സ്മോൾ ടി ആയിട്ട് കമ്പയർ ചെയ്യാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്ലാന്റ്സിന്റെ എണ്ണം എത്രയാണ്? 4. ഈ 4 പ്ലാന്റും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, അതായത് ഹെട്രോസൈഗസ് ആണ്. ഹെട്രോസൈഗസ് ആണ്. ഇവര് ഹെട്രോസൈഗസ് ഡോമിനന്റ് ആണോ റെസസീവ് ആണോ? ഇവര് പുറമേ കാണിക്കുന്ന ക്യാരക്ടർ ഇയാള് ടോൾ ആയിരിക്കും, ഇയാള് ടോൾ ആയിരിക്കും, ഇയാള് ടോൾ ആയിരിക്കും, ഇയാളും ടോൾ ആയിരിക്കും. അപ്പൊ ഓൾ ആർ ടോൾ, എല്ലാവരും ടോൾ ആണ്. അപ്പൊ ഇവര് ഹെട്രോസൈഗസ് ആണ്, ഇവര് ഹെട്രോസൈഗസ് ഡോമിനന്റ് ആണ്. ഈ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് F1 പ്രോജനി. ഇതാണ് F1 പ്രോജനി, ഇതാണ് F1 ക്രോസ്, ഇതാണ് F1 പ്രോജനി. അപ്പോ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തുന്ന സമയത്ത്, ഒറ്റ ക്യാരക്ടറിനെ പറ്റി ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു എക്സ്പെക്ട് എത്ര കുട്ടികൾ? 4 കുട്ടികൾ എക്സ്പെക്ട് ചെയ്യണം. ആ 4 കുട്ടികളും F1 ക്രോസിൽ എക്സാക്ട്ലി ദ സെയിം ആയിരിക്കും എന്നുള്ളത് നോക്കുക. ഇനി ഇവരെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? അടുത്ത ക്രോസ് ചെയ്യാൻ പോവാണ്. അതായത് F1 പ്രോജനീനെ എടുക്കുക, F1 പ്രോജനീനെ എടുത്തിട്ട് നെക്സ്റ്റ് ക്രോസിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, ഇതാ നോക്കാം. ഓക്കെ, ഇതാ ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഇതാ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന F1 പ്രോജനീനെ സെലക്ട് ചെയ്യാണ്. F1 പ്രോജനി ആരാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ ഞാൻ എടുത്തിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് തന്നെ ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ പാരന്റ് 1 ഇയാളാണ്, പാരന്റ് 2 ഇയാളാണ്. അപ്പൊ ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് ഏതൊക്കെയായിരിക്കും? ക്യാപിറ്റൽ ടി ഉള്ള ഒരു ഗ്യാമീറ്റ്, സ്മോൾ ടി ഉള്ള ഒരു ഗ്യാമീറ്റ്, ഇയാൾ ക്യാപിറ്റൽ ടി ഉള്ള ഒരു ഗ്യാമീറ്റ്, സ്മോൾ ടി ഉള്ള ഒരു ഗ്യാമീറ്റ് അല്ലെ? ഇനി ഇതിന്റെ പ്രോബബിലിറ്റി നോക്കടാ. ഈ ക്യാപിറ്റൽ ടി കൂടെ ചേർന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, സോറി ക്യാപിറ്റൽ ടി, ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും ചേർന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടിയും ചേർന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഈ സ്മോൾ ടിയും ഈ സ്മോൾ ടിയും ചേർന്നാൽ സ്മോൾ ടി. കണ്ടോ? അപ്പൊ ഇവിടെ ക്യാരക്ടർ ഒരു ചേഞ്ച് വന്നു. എന്താണത്? നമ്മൾ ഹെട്രോസൈഗസ് ആയിട്ടുള്ള 2 പാരന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ പ്രോജനീസ് എന്തൊക്കെയായിരുന്നു? നോക്കടാ, ഇവിടെ കിട്ടിയത് എന്താണ്? ഹോമോസൈഗസ് ടോൾ അല്ലെ? ഇതെന്താണ്? ഹെട്രോസൈഗസ് ടോൾ അല്ലെ? ഹെട്രോസൈഗസ് ടോൾ. ഇതെന്താണ്? ഹെട്രോസൈഗസ് ടോൾ അല്ലെ? ഇതെന്താ? ഹോമോസൈഗസ് ഡ്വാർഫ് അല്ലേടാ? ഡ്വാർഫ് അല്ലെ? ഇനി ഞാൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇത് വെച്ചിട്ട് മെന്റൽ ഹാസ് കം ടു എ കൺക്ലൂഷൻ, അല്ലെങ്കിൽ ഒരു റേഷ്യോയിലേക്ക് വന്നു. എന്താണ് ആ റേഷ്യോ? ആ റേഷ്യോ ഏതൊക്കെയാണ്? ഒന്ന് ഫീനോടിപ്പിക് റേഷ്യോ അല്ലെ? ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ? അപ്പൊ ഇതില് ഫീനോടിപ്പിക് റേഷ്യോ ഉണ്ട്, ജീനോടിപ്പിക് റേഷ്യോ ഉണ്ട്. ഫീനോടിപ്പിക് ഈസ് വാട്ട് യു സീ. നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ കാണുന്നത് എന്താ? ഈ പ്ലാന്റ് ടോൾ അല്ലെ? നിങ്ങൾ കാണുന്നത് എന്താണ്? നിങ്ങൾ കാണുന്ന ഈ പ്ലാന്റ് ടോൾ അല്ലെ? ഈ പ്ലാന്റ് ഡ്വാർഫ്. അതായത് 3 ടോൾ ഈസ് ടു 1 ഡ്വാർഫ് അല്ലേടാ? അതാണ് ഇവിടുത്തെ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ റേഷ്യോ 3:1 ആണ് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഏത് റേഷ്യോ? ഫീനോടിപ്പിക്. അപ്പൊ ജീനോടിപ്പിക് ആണെങ്കിലോ ഹോമോസൈഗസ് ടോൾ 1, സോ 1:2. ഹെട്രോസൈഗസ് ടോൾ 2, സോ 2:2. ആൻഡ് ഹോമോസൈഗസ് ഡ്വാർഫ് എത്രയാടാ? 1, സോ 1:2:1. ദാറ്റ് ഈസ് ദ എന്ത് റേഷ്യോടാ? ദാറ്റ് ഈസ് ദ ജീനോടിപ്പിക് റേഷ്യോ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് ഓർക്കുക. അപ്പൊ ഫീനോടിപ്പിക് റേഷ്യോ ഈസ് 3:1 ആൻഡ് ജീനോടിപ്പിക് റേഷ്യോ ഈസ് 1:2:1. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷനിലും എഴുതാം. എങ്ങനെയാണിത്? ഫീനോടിപ്പിക് റേഷ്യോയ്ക്ക് നമുക്ക് ഫ്രാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ 3/4 ഓഫ് ദ പ്ലാന്റ് ഈസ് ടോൾ ആൻഡ് 1/4 ഓഫ് ദ പ്ലാന്റ് ഈസ് എന്താ പറയാ, ഡ്വാർഫ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീനോടിപ്പിക് റേഷ്യോനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1/4 ഓഫ് ദ പ്ലാന്റ് ഈസ് എന്താണ്? ഹോമോസൈഗസ് ടോൾ. 2/4 ഓഫ് ദ പ്ലാന്റ് ഈസ് എന്താ പറയാ, ഹെട്രോസൈഗസ് ടോൾ. ആൻഡ് 1/4 ഓഫ് ദ പ്ലാന്റ് ഈസ് എന്താ പറയാ, ഹോമോസൈഗസ് ഡ്വാർഫ്. ഇങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാം. ഇനി പെർസെന്റേജ് വേണോ അങ്ങനെയും കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഇതിലൊന്നും തെറ്റില്ല. ഈ 2/4 എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ 1/2 എന്നായിരിക്കും കാണിക്കുക. അപ്പൊ അത് കണ്ടിട്ട് തെറ്റൊന്നും വിചാരിക്കേണ്ട. 2/4 അവർ ചിലപ്പോൾ എന്താണ് 1/2 എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ ആ ക്രോസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻ മെന്റൽ പ്രൊപ്പോസ് ദാറ്റ് സംതിങ് വാസ് ബീങ് സ്റ്റേബിളി പാസ്ഡ് ഡൗൺ അൺചേഞ്ച് ഫ്രം ദ പാരന്റ് ടു ഓഫ്സ്പ്രിംഗ് ത്രൂ ദ ഗ്യാമീറ്റ്സിൽ കൂടെ എന്തോ ഒരു സാധനം ഒരു മാറ്റവും വരാതെ പാരന്റിൽ നിന്ന് പ്രോജനിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതെന്താണ്? അതാണ് ഇന്ന് നമ്മൾ എന്ത് പറയുന്നത്, അതാണ് നമ്മൾ ജീൻ എന്ന് നമ്മൾ പറയുന്നത്. അന്ന് മെന്റൽ ഇതിനെ ജീൻ എന്നല്ല വിളിച്ചിരുന്നത്. മെന്റൽ കോൾഡ് ഇറ്റ് ആസ് ഫാക്ടർ എന്നാണ് മെന്റൽ എന്ത് ചെയ്തിരുന്നത്, ഇതിനെ വിളിച്ചിരുന്നത്.
ചെയ്യുന്നത്. ഈ പറയുന്ന ജീനിന് 2 വകഭേദം ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാണ്, ഇപ്പം ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് അല്ലെ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റിനെ കൺട്രോൾ ചെയ്യാൻ, ഓക്കെ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ ഒരു മിനിറ്റ്, ഓക്കെ ഫൈൻ. അപ്പൊ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര അല്ലീൽ ഉണ്ട്? ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട് അല്ലെ. അപ്പൊ അല്ലീൽസ് ക്യാൻ ബി സെയിം, അല്ലീൽസ് സെയിം ആണെങ്കിൽ, അല്ലീൽസ് ക്യാൻ ബി സെയിം, അല്ലീൽസ് സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ ഹോമോസൈഗസ് എന്ന്, അല്ലീൽസ് ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെട്രോസൈഗസ് എന്ന് വിളിക്കും. അപ്പൊ ദാ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോം ഓഫ് ദ സെയിം ജീൻ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അല്ലീൽസ് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ നോക്കുക, ക്യാപിറ്റൽ ടി അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ എളുപ്പമാണ്. ഓക്കെ, പിന്നെ ഇവിടെ വായിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ക്യാപിറ്റൽ ടിയും എന്തുകൊണ്ട് സ്മോൾ ടി എടുത്തു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എടാ, ക്യാപിറ്റൽ ടി ടോളിന് വേണ്ടി എടുത്തിട്ട് ഡ്വാർഫിന്റെ സ്മോൾ ഡി എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അത് വരാതിരിക്കാനാണ് ക്യാപിറ്റൽ ടി ടോളിനും എടുത്തത്, ഡ്വാർഫിന് പകരം സ്മോൾ ടി എടുത്തതെന്നും ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇതാണ് മോണോ ഹൈബ്രിഡ് കോഴ്സ്. ഇതിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് ഇവിടെ പറയുന്നത്. അതായത് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ പാരന്റ് എന്റെ കയ്യിലുണ്ടെങ്കിൽ അയാളെ 2 അല്ലീലും എന്ത് ചെയ്യില്ല? കുട്ടിക്ക് കൊടുക്കില്ല. അയാളുടെ അല്ലീൽസ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ഗ്യാമീറ്റിനകത്ത് എന്ത് കിട്ടും? ഓരോ അല്ലീൽ കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ ടി ഒരു അല്ലീല് ഒരു ഗ്യാമീറ്റിനകത്ത് ഉണ്ടാവും, ഒരു അല്ലീല് വേറൊരു ഗ്യാമീറ്റിനകത്ത് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇതിനകത്ത് 50%, ഇതിനകത്ത് 50%, അങ്ങനെയാണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. അതൊക്കെ നോക്കുക. ആൻഡ് കമ്മിങ് അബൌട്ട് നമ്മുടെ പുന്നറ്റ് സ്ക്വയർ. അപ്പോൾ ഇത് ഞാൻ ക്ലാസ്സിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മെന്റലിന് ഒരു കൂട്ടുകാരൻ വരുന്നു, മെന്റൽ ഇങ്ങനെ വരയ്ക്കണയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് എന്താണ് നിനക്ക് വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. നത്തിങ് മാറ്റർ, ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, റിജിനാൾഡ് സി പുന്നറ്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. ഓക്കെ, അദ്ദേഹം വന്നിട്ട് അദ്ദേഹം കണ്ടുപിടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മെന്റൽ പറയുന്നത് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 2 അല്ലീൽസ് ആണ്. ഇപ്പൊ നമ്മുടെ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നുകിൽ ക്യാപിറ്റൽ ടി, ഒന്നുകിൽ ആ പ്ലാന്റ് എന്തായിരിക്കും? ക്യാപിറ്റൽ ടി ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? സ്മോൾ ടി ആയിരിക്കും. അപ്പൊ എത്ര അല്ലീലുണ്ട്? 2 അല്ലീൽ അല്ലെ. ആ അല്ലീലിന്റെ നമ്പറിനെ നിങ്ങൾ n ആയിട്ട് എടുക്കുക, എന്നിട്ട് സ്ക്വയർ എടുക്കുക. അപ്പൊ n സ്ക്വയർ എടുക്കുക. അപ്പൊ അല്ലീൽ എത്ര എണ്ണം? 2 എണ്ണം. അപ്പൊ 2 സ്ക്വയർ എടുക്കുക. 2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു 4 വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പുന്നറ്റ് സ്ക്വയറിൽ എത്ര സ്ക്വയർ വരണം? 4 സ്ക്വയർ വരണം അല്ലെ. 4 സ്ക്വയർ വരണം. 4 സ്ക്വയർ വരച്ചതിന് ശേഷം പാരന്റ് പ്ലാന്റ്സിന്റെ സൈഡിൽ എഴുതുക. ഈ പാരന്റിനെ ഇവിടെ എഴുതുക ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഈ പാരന്റിനെ ഇവിടെ എഴുതുക ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി കുട്ടികളെയൊക്കെ പെട്ടിയിലാക്കുക. എങ്ങനെയാണ് കുട്ടികളെ പെട്ടിയിലാക്കുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി സ്മോൾ ടി. ഇനി അതിനുശേഷം ഇതിന്റെ പേരൊക്കെ എഴുതാനൊക്കെ എളുപ്പമാണ്, കുറച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കൂടെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ പുന്നറ്റ് സ്ക്വയർ യൂസ് ചെയ്യുന്നത്. പുന്നറ്റ് സ്ക്വയറിൽ ഈ കാര്യം ഓർത്ത് വെക്കുക, n സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. റിജിനാൾഡ് സി പുന്നറ്റ് എന്ന് പറയുന്ന പേരും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇതാണ് നമുക്ക്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫീനോട്ടിപ്പിക് റേഷ്യം, ജീനോട്ടിപ്പിക് റേഷ്യം കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാ പിക്ചേഴ്സിന്റെയും താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാതെ പോകരുത് കേട്ടോ. ഓക്കെ, ഇവിടെയാണ് ഒരു പ്രശ്നം, ഇവിടെയാണ് എല്ലാ ആൾക്കാരുടെയും ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, ഈ മെന്റൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചെങ്കിലും മെന്റൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. മെന്റലിനെ എല്ലാവരും ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്തത്. മെന്റൽ പറയണതൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. മെന്റൽ പറഞ്ഞതിന് തെറ്റായിട്ട് പറഞ്ഞതിന് ഒരു കാരണം എന്ന് പറയുന്നത്, മെന്റൽ യൂസ്ഡ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മെന്റൽ മിക്സ്ഡ് മാത്തമാറ്റിക്സ് വിത്ത് ബയോളജി മാത്തമാറ്റിക്സും കൂടി ഇയാൾ എന്ത് ചെയ്തു? ക്ലബ് ചെയ്തു. ഇയാൾ എന്താ ചെയ്തതെന്നറിയോ? സിമ്പിൾ തിങ്. ഇത് ജസ്റ്റ് എന്താ പറയാ, ഇത് എളുപ്പമാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞു ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 2 അല്ലീലാണല്ലോ. അപ്പോ ഇവിടെ ക്യാപിറ്റൽ ടി പ്ലസ് സ്മോൾ ടി ദ ഹോൾ സ്ക്വയർ നിങ്ങൾ ചെയ്ത് നോക്ക്. ക്യാപിറ്റൽ ടി ദ പ്ലസ് സ്മോൾ ടി ദ ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി സ്ക്വയർ പ്ലസ് 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലസ് സ്മോൾ ടി സ്ക്വയർ. ഇത് എന്താണെന്നറിയോ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇല്ലേടാ, അതിന്റെ എക്സ്പാൻഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലെ. ഇതിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കറക്റ്റ് സാധനം കിട്ടും. ക്യാപിറ്റൽ ടി പ്ലസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലസ് സ്മോൾ ടി. അതായത് നിങ്ങൾക്കൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇതിൽ അപ്ലൈ ചെയ്യാന്ന് ആര് പറഞ്ഞു? മെന്റൽ പറഞ്ഞു. ഇനി ഇവിടെ എവർ ചെയ്തേക്കുന്നത് എന്താണെന്നറിയോ? ടെക്സ്റ്റിൽ ചെയ്തേക്കുന്ന കാര്യം എന്താണെന്നറിയോ? ax പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ. സിമ്പിൾ പരിപാടി. എന്താണെന്നറിയോ? ഹാഫ് ഓഫ് ദ അല്ലീൽസ് ഈസ് ക്യാപിറ്റൽ ടി ആൻഡ് ഹാഫ് ഓഫ് ദ അല്ലീൽ ഈസ് എന്താണ്? സ്മോൾ ടി. ഇതിന്റെ സ്ക്വയർ ഇടറാ. ഇതിന്റെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? ഇതിന്റെ സ്ക്വയർ എടുത്താൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ഈസ് ക്യാപിറ്റൽ ടി സ്ക്വയർ പ്ലസ് 1/4 into 2 അല്ലെ
ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലസ് 1/4 എന്ത് കിട്ടും, സ്മോൾ ടി സ്ക്വയർ കിട്ടും അല്ലെ. അതാണ് ഇതാ യവന്മാർ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവസാനം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, അവസാനം നിങ്ങൾക്ക് ഇത് 1/2 എന്ന് പറയുന്നതായിട്ട് കിട്ടും. അതായത് പകുതി ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞ് കിട്ടും. ആൻഡ് ഈ പറയുന്നത് 1/4 എന്ന് പറഞ്ഞ് കിട്ടും. ഇതൊക്കെ സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. അതാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ദാ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൗ അത്രേ ഉള്ളൂ. അവിടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതി വെച്ചേക്കാണ്, അത് നിങ്ങൾ പേടിക്കണ്ട. ഇനി നൗ കമ്മിങ് അബൌട്ട് ടെസ്റ്റ് ക്രോസ്. എന്താണ് ടെസ്റ്റ് ക്രോസ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ടെസ്റ്റ് ക്രോസ്? ഇപ്പോ ഞാനിവിടെ ക്യാപിറ്റൽ ടി ക്രോസിംഗ് സ്മോൾ ടി ചെയ്തു. അപ്പൊ എനിക്കൊരു പ്രോജനീനെ കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത് കിട്ടി. ഇതിന്റെ ജീനോ ടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്ന് ഇപ്പൊ എനിക്കറിയാം. പക്ഷേ ഞാൻ പ്ലാന്റിനെ കാണുന്നത് ടോളായിട്ടല്ലേ. അപ്പൊ എനിക്ക് സംശയം വരും. എന്താണെന്നറിയോ, ഈ പ്ലാന്റ് ടോളാണ്. ടോള് രണ്ട് രീതിയിൽ വരാം, ക്യാപിറ്റൽ ടി വരാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരാം. അപ്പൊ ഈ സംശയം എനിക്ക് തീർക്കണം. സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ഈ പ്ലാന്റിനെ കൊണ്ടുപോയിട്ട് റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യും. ദിസ് ഈസ് എ ബാക്ക് ക്രോസ്. അത് ബാക്കിലോട്ട് നടത്തുന്ന ഒരു ക്രോസ് ആണ്. ആൻഡ് ദിസ് ക്രോസ് ഇസ് കോൾഡ് ടെസ്റ്റ് ക്രോസ്. അപ്പൊ ഓർത്ത് വെക്കുക, റെസസീവ് പാരന്റുമായിട്ടാണ് പ്രോജനീനെ ക്രോസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ടെസ്റ്റ് ക്രോസ് എന്ന് ഓർത്ത് വെക്കുക. ടെസ്റ്റ് ക്രോസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് സബ്റ്റേണിറ്റി ആണ്, അയാൾ ഫിക്സഡ് ആണ്. അതായത് സ്മോൾ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസസീവ് ആയിട്ടുള്ള ഹോമോസൈഗസ് ആയിട്ടുള്ള പാരന്റ് ആയിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പൊ അയാളുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ എന്ത് കിട്ടും, നമുക്ക് ജീനോടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ടെസ്റ്റ് ക്രോസ്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ചെയ്താലും എന്ത് തന്നെയാണ്, ബാക്ക് ക്രോസ് തന്നെയാണ്. ഇങ്ങനെ ചെയ്താലും ബാക്ക് ക്രോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, all back cross are not test cross but all test cross are back cross. ഇങ്ങനെയൊക്കെ പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. അതൊക്കെ നിങ്ങളൊന്ന് യൂസ് എന്താണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ഇനി അടുത്തതിലേക്ക് പോകുന്നത് ഇതാണ്ടോ, ഇത് ആ ടെസ്റ്റ് ക്രോസിന്റെ റിസൾട്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ക്രോസ് ചെയ്യാൻ കൊണ്ടുപോയത് എന്താണ്, ഇത് ഹോമോസൈഗസ് ആയിട്ടുള്ള റെസസീവ് പാരന്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യുന്നത്. ഇത് ഹോമോസൈഗസ് ഡോമിനന്റ് ആണെങ്കിൽ എല്ലാവരും എന്തായിരിക്കും, ഹെട്രോസൈഗസ് ഡോമിനന്റ് ആയിരിക്കും അല്ലെ. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള പാരന്റിലേക്ക് നിങ്ങൾ ഹെട്രോസൈഗസ് ഡോമിനന്റ് ആയിട്ടുള്ള പാരന്റിനെ കൊണ്ട് അല്ലെങ്കിൽ പ്രോജനീനെ കൊണ്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേര് എന്ത് കിട്ടും, റെസസീവ് കിട്ടും. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കണം, കയ്യിരിക്കുന്നത് ഹെട്രോസൈഗസ് ഡോമിനന്റ് ആണെന്നും എല്ലാവരും എന്താണ് ഡോമിനന്റ് ആണ് കിട്ടുന്നതെങ്കിൽ കയ്യിരുന്നത് എന്താണ്, ഹോമോസൈഗസ് ഡോമിനന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോ ഇതിൽ നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ മെന്റലിന്റെ ലോസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അതിൽ 3 ലോ ആണ് എന്താണ് നമ്മുടെ മെന്റൽ പറഞ്ഞത്. ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോൺമെന്റ് പറയുന്നില്ല, കാരണം അത് ഇനിയേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഡോമിനൻസിൽ ഇയാൾ എന്താണ് പറയുന്നത്? ലോ ഓഫ് ഡോമിനൻസിൽ അയാൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ when there is a heterozygous condition. Okay, heterozygous condition വരുമ്പോൾ ഒരു അല്ലീലിന്റെ ക്യാരക്ടറാണ് എടുത്ത് കാണിക്കുക. അതായത് ക്യാപിറ്റൽ ടി ആണ് ടോൾ, അയാളുടെ ക്യാരക്ടറാണ് എടുത്ത് കാണിക്കുക, മറ്റേ ക്യാരക്ടർ കാണിക്കില്ല. അയാളാണ് നമ്മൾ എന്ത് വിളിക്കുക, റെസസീവ് എന്ന് വിളിക്കുക. അപ്പോൾ whenever there is a heterozygous condition, അതിൽ ഒരു അല്ലീൽ ഡോമിനന്റ് ആയിരിക്കും, ഒരു അല്ലീൽ എന്തായിരിക്കും, റെസസീവ് ആയിരിക്കും. ഓക്കെ, ദാ കിടക്കുന്നു, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. ഇത് മെന്റൽ പറഞ്ഞ ടേമാണ്. ഫാക്ടേഴ്സിനെ ഇന്ന് അറിയപ്പെടുന്നത് എന്തായിട്ടാണ്, ജീൻ ആയിട്ടാണ്. ഫാക്ടേഴ്സ് ഒക്കേഴ്സ് ഇൻ പെയേഴ്സ്. ഫാക്ടേഴ്സ് എപ്പോഴും എന്തായിരിക്കും, പെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഈ ഫാക്ടേഴ്സ് പെയർ ആയിട്ട് വരുന്നത്? ഇപ്പൊ ഞാനൊരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ എനിക്കൊരു പാരന്റ് 1 ഉണ്ട്, പാരന്റ് 2 ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പൊ അച്ഛൻ ഒരു അല്ലീൽ തന്നു, അമ്മ ഒരു അല്ലീൽ തന്നു. സോ ഐ ആം എന്താണ്, ഞാൻ ഡിപ്ലോയിഡ് ആണ്. അപ്പൊ എന്റെ കയ്യിൽ ഒരു ക്യാരക്ടറിന്റെ 2 അല്ലീൽ ഉണ്ടാവും. ഓക്കെ, ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് one member of the pair dominates, that is called dominant, the other is called recessive. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഡിസിമിലർ പെയർ ഓഫ് അല്ലീൽ വന്നു കഴിഞ്ഞാൽ ഒരാളായിരിക്കും എടുത്ത് കാണിക്കപ്പെടുക, അയാൾ ഡോമിനന്റ് അല്ലീൽ എന്ന് പറയും, മറ്റാള് റെസസീവ് അല്ലീൽ എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അടുത്ത് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയോ, ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. alleles do not show any blending. അതായത് മെന്റലിന്റെ കൺസെപ്റ്റ് പ്രകാരം ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ബ്ലെൻഡ് ചെയ്യില്ല, മിക്സ് ചെയ്യില്ല. പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ ബാക്കിയുള്ളവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ് ബ്ലെൻഡിങ് ഒക്കെ നടത്തും. പക്ഷെ മെന്റലിന്റെ പൈസം സറ്റേവത്തിൽ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നില്ല, ബ്ലെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ക്രോസ് കഴിഞ്ഞാലും ടോൾ അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും, ഡ്വാർഫ് അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ട്, ഇതിന്റെ ഇടയിലുള്ള ഒരു പരിപാടി എന്ത് ചെയ്യില്ല, കിട്ടില്ല. അതാണ് മെന്റലിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് യെസ്, എന്താ പറയാ, 2 തരം ഗ്യാമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ അറ്റ് ദ ടൈം ഓഫ് ഗ്യാമീറ്റ് പ്രൊഡക്ഷൻ ഈ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആളില്ലേ, അതായത് ഇപ്പൊ ഞാൻ ഇവിടെ പറയാണ്,
ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞൊരു പാരന്റ് ഉണ്ട് എങ്കിൽ ഇയാളുടെ രണ്ടല്ലിയിലും അടുത്ത പ്രോജനിക്ക് കൊടുക്കില്ല. ഇയാൾ ഒരു ഗ്യാമീറ്റിനകത്ത് ക്യാപിറ്റൽ ടിയും മറ്റേ ഗ്യാമീറ്റിനകത്ത് എന്തായിരിക്കും, സ്മോൾ ടി ആയിരിക്കും. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ, ദ ടൈം ഓഫ് ഗ്യാമീറ്റ് പ്രൊഡക്ഷൻ. The alleles will separate and segregate into individual gametes എന്ന് ഓർക്കുക. ഓക്കെ, ഇനി മെൻഡലിന്റെ ലോകൾക്ക് വിരുദ്ധമായിട്ട് വരുന്ന കാര്യങ്ങളുണ്ടോ? ഉണ്ട്. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അതേപോലെ തന്നെ കോഡോമിനൻസും. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? ഇതാ ഇവിടെ പറയുന്നുണ്ട്, ഡോഗ് ഫ്ലവർ, സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ആന്റിറൈനം സ്പീഷീസിൽ ഫ്ലവർ കളറിൽ ഡോമിനന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? റെഡ് ഫ്ലവർ കളറും. മറ്റേതിൽ എന്താ വരുന്നത്? റെഡ് കളർ ഫ്ലവറും ആൻഡ് റെസസീവ് വൈറ്റും ആണ്. മെന്റൽ പറഞ്ഞ പ്രകാരമാണ് നമ്മളിത് ക്രോസ് ചെയ്താൽ ഇപ്പൊ കിട്ടുന്ന ഈ ഫ്ലവറിന് എന്ത് കളർ ആയിരിക്കണമായിരുന്നു? റെഡ് ആയിരിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ എന്താ വന്നത്? പിങ്ക് ആണ്. എന്നിട്ട് അവർ എന്താ ചെയ്യുന്നത്? ഈ പിങ്ക് ഫ്ലവറിനെ ഒന്നുകൂടെ ക്രോസ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? റെഡും കിട്ടി, വൈറ്റും കിട്ടി, പിങ്കും കിട്ടി. അപ്പൊ ഇവിടുത്തെ റേഷ്യോ നോക്കടാ. ഇവിടുത്തെ റേഷ്യോ എന്താണ്? ഇവിടുത്തെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്, ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 റെഡ് ഈസ് ടു 2 പിങ്ക് ഈസ് ടു 1 വൈറ്റ് ആണ്. ഇനി ഇവിടുത്തെ ക്യാപിറ്റൽ ആർ എത്രയാണ്? 1. അപ്പൊ ജീനോട്ടിപ്പിക് നോക്കിക്കഴിഞ്ഞാൽ 1:2:1. ഇവിടുത്തെ ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ സെയിം. അത് എവിടെയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഇൻ എന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതായത് റെഡ് കംപ്ലീറ്റ്ലി കാണിച്ചില്ല, വൈറ്റും കംപ്ലീറ്റ്ലി കാണിച്ചിട്ടില്ല, രണ്ടും കൂടെ ഒരു മിക്സ് ആണ് വന്നത്. ദാറ്റ് ഈസ് പിങ്ക് കളറാണ് ഇവിടെ വന്നതെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതൊന്ന് ഫീനോട്ടിപ്പിക് റേഷ്യോ ജീനോട്ടിപ്പിക് റേഷ്യോ സെയിം ആണെന്നും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത് എല്ലാവർക്കും എന്താണ്? എക്സ്പ്ലനേഷൻ ഓഫ് കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. ഓക്കെ, ഈ ഡോമിനൻസ് എന്ന് പറയുന്ന കാര്യത്തിനെ ഇവര് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എപ്പോഴാണ് നമ്മൾ ഡോമിനൻസിനെ ഡോമിനൻസ് ആണെന്ന് പറയുന്നത്? ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ജീനിനെ എടുക്കുകയാണ്. ഓക്കെ, ഒരു ജീനിനെ എടുക്കുകയാണ്. ഈ ജീനിന് 2 അല്ലീൽസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഞാനൊരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജീൻ എന്നുള്ളതുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ ജി തന്നെ എടുക്കുകയാണ്. ക്യാപിറ്റൽ ജി ആവാം, ക്യാപിറ്റൽ ജി സ്മോൾ ജി ആവാം, അല്ലെങ്കിൽ സ്മോൾ ജി ആവാം, അല്ലെ? ഇങ്ങനെ ആവാം. ഓക്കെ, ഈ ക്യാപിറ്റൽ ജി ആയാലും നമുക്ക് സംശയമില്ല, കാരണം 2 ഡോമിനന്റ് ആണ്. സ്മോൾ ജി ആയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം 2 റെസസീവ് ആണ്. പക്ഷേ ഇതൊരു പ്രശ്നമാണ്. ഇത് വരുമ്പോഴാണ് നമ്മൾ ഡോമിനൻസ് പറയേണ്ടി വരിക. അതായത് ഇതിൽ ഒരു അല്ലീൽ ഡോമിനന്റ്, ഒരു അല്ലീൽ എന്താവണം? റെസസീവ് ആവണം. എന്തുകൊണ്ട് ഈ അല്ലീൽ ഡോമിനന്റ് ആയി? എന്തുകൊണ്ട് ഈ അല്ലീൽ റെസസീവ് ആയി? ഇതാണ് ഇവിടെ പറയുന്നത്. ദ നോർമൽ ഓർ ലെസ് എഫിഷ്യന്റ് എൻസൈം. അതായത് ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോ ഈ പറയുന്ന മോഡിഫൈഡ് അല്ലെങ്കിൽ ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരാൾ എന്ത് ചെയ്യും? ലെസ് എഫിഷ്യന്റ് ആയിട്ടുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ മറ്റേ ആൾ നോർമൽ ഉണ്ടാക്കുന്നത്, അയാൾ ഡോമിനന്റ് ആയിട്ട് കാണും. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ സപ്രസീവ് ആയിട്ട് കാണിക്കുന്നു, അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ഹൈപ്പർ ആയിട്ട് കാണിക്കുന്നു. ഇനി എ നോൺ ഫങ്ഷണൽ എൻസൈം, ഇയാൾ ചിലപ്പോൾ എന്ത് ഉണ്ടാക്കുന്നുണ്ടാവില്ല? എൻസൈം ഉണ്ടാക്കുന്നുണ്ടാവില്ല. ഉണ്ടാക്കുന്നത് ആരായിരിക്കും? ക്യാപിറ്റൽ ജി ആയിരിക്കും. ഇനി നോ എൻസൈം അറ്റ് ഓൾ, ഇയാൾ ചിലപ്പം എൻസൈമേ ഉണ്ടാക്കുന്നുണ്ടാവില്ല. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഡോമിനൻസ് കാണിക്കുന്ന സമയത്ത് കൗണ്ടർ പാർട്ടിൽ നിൽക്കുന്ന ആള് ചിലപ്പം ഉണ്ടാക്കുന്ന എൻസൈമിന്റെ അളവ് കുറവായിരിക്കാം, അല്ലെങ്കിൽ അത് ലെസ് എഫിഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾ എൻസൈമേ ഉണ്ടാക്കുന്നുണ്ടാവില്ല. അപ്പോൾ മറ്റവൻ എന്ത് ചെയ്യുന്നുണ്ടാവും? അതൊക്കെ നോർമലി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അയാൾ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നു. ഇത്രയും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് കൺഫ്യൂസിംഗ് ആണ്. അതിൽ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. മോഡിഫൈഡ് അല്ലീൽ കുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ഈ പറയുന്ന 3 കാര്യങ്ങൾക്കാണ് സഹായിക്കുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ അതില് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്? ദ ഫീനോടൈപ്പ് മേ ബി അഫക്റ്റഡ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എന്താ പറയാ, റെസസീവ് അല്ലിയിൽ ഇരിക്കുമ്പോൾ ആ റെസസീവ് അല്ലിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട എൻസൈംസ് എന്ന് പറയുന്നത് വളരെ മിനിമം ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് അയാളുടെ ഫീനോടൈപ്പിനെ അഫക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. കൺഫ്യൂഷൻ ആക്കണ്ട. ഈ പറയുന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഡോമിനൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് കോഡോമിനൻസിനെ പറ്റിയാണ്. കോഡോമിനൻസിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഹ്യൂമൻസിന്റെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 അല്ലീൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? IA, IB ആൻഡ് സ്മോൾ ഐ, അല്ലേ? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അറിയാം, എന്താ പറയാ, IA വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. IA സ്മോൾ ഐ വന്നു കഴിഞ്ഞാൽ എ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. IB വന്നു കഴിഞ്ഞാൽ ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. IB സ്മോൾ ഐ വന്നു കഴിഞ്ഞാൽ ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. IAIB വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ എന്താണ്? കോഡോമിനൻസ്. അതായത് 2 അല്ലീലും കൂടെ ഒരുമിച്ച് എടുത്ത് കാണിക്കുന്നു. ഓക്കെ, മെന്റൽ പറഞ്ഞ എന്താ?
ഒന്നുകിൽ ഒരു അല്ലീൽ ഡോമിനന്റ് ഒരെണ്ണം റെസസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തിലാ പഠിച്ചത്, ഇപ്പൊ നമ്മൾ പഠിച്ച ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലാണെങ്കിൽ എന്താ പഠിച്ചത്, നമ്മൾ പഠിച്ചത് എന്താണ്, രണ്ടും കൂടെ എന്താണ്, രണ്ടും മുഴുവനായിട്ട് കാണിക്കില്ല, പകുതി പകുതിയായിട്ട് കാണിക്കും. ആൻഡ് ഇവിടെ എന്താണ്, രണ്ടും ഒരേപോലെ എടുത്ത് കാണിക്കും. ദിസ് ഇസ് കോൾഡ് കോഡോമിനൻസ്. അത് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിലെ AB ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്ത് ഈ പറയുന്ന കോഡോമിനൻസ് കാണിക്കണമെന്ന് ഓർത്തു വെക്കാം. ദിസ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അല്ലീലിസം കേട്ടോ. ഒന്നിലധികം അല്ലീലിസം. മെന്റൽ പറഞ്ഞത് ഒരു ക്യാരക്ടർ കൺട്രോൾ ഒരു അല്ലീൽ എന്നാണ്. ഇവിടെ എത്ര അല്ലീൽ ഉണ്ട്, 3 അല്ലീൽ ഉണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അല്ലീലിസം ഓൾസോ. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഈ കാര്യം, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം എവിടെ ഉണ്ട്, നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിവേ നിങ്ങളതൊന്ന് നോക്കി വെക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ അറിയാം. മറ്റേ കോമ്പാറ്റബിലിറ്റിയുടെ കാര്യമൊക്കെ പിന്നെ അവിടെ പഠിക്കാമല്ലോ. ജസ്റ്റ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അല്ലീൽസ് നോക്കി വെക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യം, ഇവിടുത്തെ കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോകാം. ഓക്കെ, സോ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ് ഈസ് കൺട്രോൾഡ് ബൈ 1 ജീൻ. ഒരു ജീനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് 2 അല്ലീൽസ്, ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഓക്കെ, അപ്പോ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഒരു സീഡ് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ സീഡ് ഉണ്ടാവുമ്പോൾ അതിലെ ജീനുകൾ രണ്ടും ഡോമിനന്റ് ആണെന്ന് വിചാരിക്കാം. അത് നിറയെ സ്റ്റാർച്ചിന്റെ കണ്ടന്റ് ഉണ്ടാവും. ആൻഡ് ദ സീഡ് വിൽ ബി റൗണ്ട്. ഓക്കെ, ആൻഡ് ക്യാപിറ്റൽ ബി സ്മോൾ ബി വരുന്ന സമയത്ത് ഈ സ്റ്റാർച്ചിന്റെ അളവ് ഇന്റർമീഡിയറ്റിലേക്ക് പോകും. പക്ഷേ ഷേപ്പ് അപ്പോഴും എന്ത് തന്നെയായിരിക്കും, എന്താണ് ഞാൻ വരച്ചത് രണ്ടും എന്താ പറയുക ഒരേ കളർ ആയിപ്പോയി അല്ലേ, അല്ലെങ്കിൽ ഒരേ സൈസ് ആയിപ്പോയി അല്ലേ. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറുതാവും. പക്ഷെ ഷേപ്പ് അപ്പോഴും എന്താണ്ട, റൗണ്ട് ആണ്. സ്മോൾ ബി ആയി കഴിഞ്ഞാൽ ഇതെന്തായിപ്പോ, റിങ്കിൾഡ് ആയിപ്പോ, വളരെ ലീസ്റ്റ് എമൗണ്ട് ഓഫ് എന്താണ്, സ്റ്റാർച്ച് ആണ്. എടാ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റാർച്ചിന്റെ അളവ് വെച്ചിട്ടാണെങ്കിൽ ഇതിൽ ഹൈ സ്റ്റാർച്ച് കണ്ടന്റ്, ഇവിടെ ഇന്റർമീഡിയറ്റ് സ്റ്റാർച്ച് കണ്ടന്റ്, ഇവിടെ ലീസ്റ്റ് സ്റ്റാർച്ച് കണ്ടന്റ്. ദിസ് ഈസ് ഷോയിങ് വാട്ട്, ഇതെന്താ കാണിക്കുന്നത്, ദിസ് ഈസ് ഷോയിങ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലേ. എന്നാൽ നിങ്ങൾ ഇതിന്റെ ഷേപ്പ് നോക്ക്, ഷേപ്പ് ഇവിടെയും റൗണ്ട്, ഇവിടെ റിങ്കിൾഡ്. ഷേപ്പിന്റെ കാര്യത്തിൽ നോക്കണമെങ്കിൽ ഇത് ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഒരേ ജീന് 2 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ദിസ് ഈസ് കോൾഡ് പ്ലിയോട്രോഫി. ഇതിനാണ് പ്ലിയോട്രോഫി എന്ന് പറയുന്നത്. ഒരൊറ്റ ജീൻ ഒന്നിലധികം ക്യാരക്ടറിനെ കാണിക്കുകയാണ്. ഷേപ്പ് ഓഫ് ദ സീഡ് ഇവിടെ കൺട്രോൾഡ് ആവുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റാർച്ച് കണ്ടന്റും കൺട്രോൾ ആവുന്നുണ്ട്. സ്റ്റാർച്ച് കണ്ടന്റിൽ ഇയാൾ കാണിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും, ആൻഡ് ഈ പറയുന്ന ഷേപ്പ് ഓഫ് ദ സീഡിൽ ഇയാൾ എന്താ കാണിക്കുന്നത്, എന്താ പറയുക, ഡോമിനൻസും ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതാ അടക്കുന്നത്, കണ്ട ഇതാ അടക്കുന്നത്. So if starch gain size is considered as the phenotype, the form from this angle shows the incomplete size എന്ന് അവർ പറയുന്നു. ഞാൻ എന്താണ്, സ്റ്റാർച്ച്, അതായത് നല്ല സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ടെങ്കിൽ നല്ല ഉരുണ്ട് വലുതായിട്ടിരിക്കും. സ്റ്റാർച്ച് കണ്ടന്റ് കുറച്ചുകൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൈസ് കുറയും. മറ്റേതാണെങ്കിൽ റിങ്കിൾഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാര്യം മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. എനിവേ ഓക്കെ, ശരി. ഇനി അടുത്തത് ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ. അതും കൂടെ എന്ന് പറയുന്നുണ്ടാവുള്ളൂ. ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീനും കൂടെ പറയാം. എടാ ഇത് മെന്റൽ എന്താ പറയാ, മെന്റൽ കുറച്ചുകൂടെ പ്രാക്ടിക്കലി ആണ് തിങ്ക് ചെയ്തത്. ആദ്യം ഒരു ക്യാരക്ടറിനെ പറ്റി സ്റ്റഡി ചെയ്യുക, പിന്നെ 2 ക്യാരക്ടറിലേക്ക് പോവുക. അങ്ങനത്തെ സ്റ്റഡീസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം 2 ക്യാരക്ടേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ക്രോസിംഗ് വളരെ വളരെ സിമ്പിൾ ആണ്. ആക്ച്വലി എന്താ പറയുക, ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോണോഹൈബ്രിഡ് ക്രോസസ് ആണ്. എന്താണ്, 2 മോണോഹൈബ്രിഡ് ക്രോസ് തന്നെയാണ് എന്ത് ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ എടുക്കുക ഷേപ്പ് ഓഫ് ദ സീഡില് ക്യാപിറ്റൽ ആർ ആൻഡ് ക്യാപിറ്റൽ ടി. അപ്പൊ ഷേപ്പും ഹൈറ്റും ആണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സ്മോൾ ആർ സ്മോൾ ടി ഇങ്ങനത്തെ 2 പ്ലാനിനെ ക്രോസ് ചെയ്യാണ്. ഈ പ്ലാനിനെ ക്രോസ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ഇത് പ്യുവർലി റൗണ്ട് പ്ലസ് പ്യുവർലി ടോൾ, ഇത് പ്യുവർലി റിങ്കിൾഡ് പ്ലസ് പ്യുവർലി ഡ്വാർഫ് അല്ലേ. ഇതിനെ ക്രോസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇങ്ങനെ ഒരു പ്ലാനിനെ കിട്ടും. അല്ലെങ്കിൽ ഇത് പറയാൻ എളുപ്പത്തിനാണെങ്കിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ അങ്ങനെ വേണമെങ്കിലും പറയാം, തെറ്റൊന്നുമില്ല. ഇങ്ങനെ എഴുതാം, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെ ക്രോസ് ചെയ്യണം. ഇതാണ് എന്ത്, F2 അല്ലെ, ഇതാണ് F2. ഇങ്ങനെ F2 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റിജിനാൾഡ് സി പുന്നറ്റ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇവിടെ 4 അല്ലീലുകൾ ഉണ്ട് അല്ലെ. ക്യാപിറ്റൽ ആർ ഉണ്ട്, ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ആർ ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. അപ്പൊ 4 സ്ക്വയർ എടുക്കണം. 4 സ്ക്വയർ അതായത് n സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുല ഇട്ട് കഴിഞ്ഞാലാണ് പുന്നറ്റ് സ്ക്വയറിലെ സ്ക്വയേഴ്സിന്റെ എണ്ണം കിട്ടുക. അപ്പൊ എത്ര കിട്ടും, 16 എണ്ണം കിട്ടും അല്ലെ, 16 കിട്ടും അല്ലെ, 16 കിട്ടും. ഈ 16 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 16 ഉള്ള ഒരു പെട്ടി വരയ്ക്കണം അല്ലെ. ഇങ്ങനെ 16 ഉള്ള ഒരു പെട്ടി വരയ്ക്കണം. 16 ഉള്ള പെട്ടി വരച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ നമ്മൾ കുട്ടികളെ എഴുതണം. ഇതൊക്കെ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു ഫൈനൽ ടൈമാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്.
ഇനി ഇയാൾ ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക കേട്ടോ. ഇയാൾ ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് ഏതൊക്കെയായിരിക്കും? അയാൾ ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഇയാൾ ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ ഗ്യാമീറ്റ് അയാൾ ഉണ്ടാക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് പറഞ്ഞ ഗ്യാമീറ്റ് അയാൾ ഉണ്ടാക്കാം അല്ലെ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞൊരു ഗ്യാമീറ്റ് അയാൾ ഉണ്ടാക്കാം. സ്മോൾ ടി സ്മോൾ ആർ എന്ന് പറഞ്ഞ ഗ്യാമീറ്റ്. അപ്പൊ ഗ്യാമീറ്റ്സിനെ ഇവിടെ എഴുതുക. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇവിടെയും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിനകത്ത് എഴുതുക. എഴുതി കഴിഞ്ഞാൽ you are going to get a ratio. The ratio is very important. The phenotypic ratio is 9:3:3:1. 9:3:3:1. And the genotypic ratio is 1:2:2:1:4:2:1:1. എഴുതി നോക്കാം. അത് അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, 1:2:1:4:2:1:1. ഇത് ഒരു പാലിയൻഡ്രോം ആണ്. നമ്മൾ ബയോടെക്നോളജിയിൽ പഠിക്കുന്ന ഒരു പാലിയൻഡ്രോം ആണ്. അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ്സ് ഓൾ. അത്രയും കാര്യങ്ങളാണ്. ഇനി അഥവാ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇത് മറന്നുപോയി എന്ന് വിചാരിക്കാം. ഇത് മറന്നുപോയാൽ ഒരിക്കലും പേടിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മനസ്സിൽ വയ്ക്കുക. എന്താണെന്നറിയോ? 1 ഡൈഹൈബ്രിഡ് ക്രോസ് ഈസ് 2 മോണോഹൈബ്രിഡ് ക്രോസ്. 2 മോണോഹൈബ്രിഡ് ക്രോസ് ആണ് എന്ത്? ഒരു ഡൈഹൈബ്രിഡ് ക്രോസ്. എടാ, മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. അതേ ഇൻറ്റു അത് ചെയ്യുക, 3:1 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 9:3:3:1 കിട്ടും. ഓക്കെ, മോണോഹൈബ്രിഡ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ് അല്ലെ. അതേ ഇൻറ്റു അത് ചെയ്യുക, 1:2:1 ചെയ്യുക. ഓക്കെ, എന്ത് കിട്ടും? 1:2:1:4:2:1:2:1 കിട്ടും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പെട്ടി വരയ്ക്കണ്ട, എഴുതണ്ട, തപ്പണ്ട, ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ. ഇത് സിമ്പിൾ തിങ് ആണ്. എൻട്രൻസിന്റെ ഹാളിൽ ഇരിക്കുമ്പോൾ വരച്ച് നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ഇതേപോലെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് സാധനം കിട്ടും. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളുണ്ട്. ഈ 1 എന്താണ്, 2 എന്താണ്, ഈ അടുത്ത 1 എന്താണ്, അടുത്ത 2 എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുന്നറ്റ് സ്ക്വയർ തന്നെ വരച്ച് നോക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് സംഭവം. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താ പറയാ? അടുത്ത് നമുക്ക് പറയാനുള്ള ഒരു സാധനം കൂടെ അല്ലേ ഇവിടെ ഉള്ളൂ. ഒരു സാധനം കൂടെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്രോസിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്, ടെക്സ്റ്റിനകത്ത് ഉണ്ട്. അതൊക്കെ നോക്കി വെക്കുക. ഇതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇടുക, ഞാനത് പറഞ്ഞുതരാം. ഇത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. എന്താണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്? അത് സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ പറഞ്ഞുതരാം. ഓക്കെ, എടാ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഈ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ F2 ചെയ്യാൻ പോകുമ്പോൾ എന്താ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ, ഇങ്ങനെ ഒരു പ്ലാന്റിനെ അടുത്ത് നമ്മൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ എന്ന് പറയുന്ന പ്ലാന്റായിട്ട് ക്രോസ് ചെയ്യാൻ പോവാണ് അല്ലെ. ഇതാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് നമ്മളിപ്പോൾ എഴുതി. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആയിരിക്കാം, ക്യാപിറ്റൽ ടി സ്മോൾ ആർ ആയിരിക്കാം, സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആയിരിക്കാം, സ്മോൾ ടി സ്മോൾ ആർ ആയിരിക്കാം. ഇങ്ങനെ ആയിരിക്കും പ്ലാന്റ് ഉണ്ടാവുക. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ക്യാപിറ്റൽ ടി ക്യാൻ അസോസിയേറ്റ് വിത്ത് ക്യാപിറ്റൽ ആർ ആസ് വെൽ ആസ് സ്മോൾ ആർ. കണ്ടോ, ക്യാപിറ്റൽ ടിയുടെ കൂടെ ആര് പോകണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ക്യാപിറ്റൽ ടിയിലൂടെ ക്യാപിറ്റൽ ആറിനും പോവാം, ക്യാപിറ്റൽ ടിയിലൂടെ സ്മോൾ ആറിനും പോവാം, സ്മോൾ ടിയുടെ കൂടെ ക്യാപിറ്റൽ ആറിനും പോവാം, സ്മോൾ ടിയിലൂടെ സ്മോൾ ആറിനും പോവാം. ഇതേ കൺസെപ്റ്റ് തിരിച്ചും പറയാം. ക്യാപിറ്റൽ ആറിന്റെ കൂടെ ക്യാപിറ്റൽ ടിക്കും പോവാം, സ്മോൾ ടിക്കും പോവാം, സ്മോൾ ആറിന്റെ കൂടെ ക്യാപിറ്റൽ ടിക്കും പോവാം, സ്മോൾ ടിക്കും പോവാം. അതായത് ആരുടെ പോകണമെന്ന് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് കോൾഡ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഇതിന് ഒരു ചെക്ക് അല്ലെങ്കിൽ ഇതിനൊരു ഡ്രോബാക്ക് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാണ്. ഞാന് ഒരു ക്രോമസോം എടുക്കുകയാണ്. ഒരു ക്രോമസോം എടുത്തു, ഒരു പെയർ ഓഫ് ക്രോമസോം എടുത്തു. ഈ പെയർ ഓഫ് ക്രോമസോമിന്റെ ഇവിടെ ക്യാപിറ്റൽ ടി ഇരിക്കുകയാണ്, ഇവിടെ എന്തിരിക്കുകയാണ്? സ്മോൾ ടി ഇരിക്കുകയാണ്. ഓക്കെ, അതേ ക്രോമസോമിന്റെ ഈ ഭാഗത്ത് ക്യാപിറ്റൽ ആർ ഇരിക്കുകയാണ്, ഇപ്പുറത്ത് എന്തിരിക്കുകയാണ്? സ്മോൾ ആർ ഇരിക്കുകയാണ്. ജന്മകാലത്ത് നിങ്ങൾക്ക് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയാൻ പറ്റില്ല. കാരണം ക്യാപിറ്റൽ ടി ഇരിക്കുന്ന അതേ ക്രോമസോമിലാണ് ക്യാപിറ്റൽ ആർ ഇരിക്കുന്നത്. അപ്പോ ഗ്യാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ ക്രോമസോം ആണ് സ്പ്ലിറ്റ് ചെയ്യുക. ആ ക്രോമസോം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി ആരുടെ കൂടെ മാത്രമേ പോവുള്ളൂ? ക്യാപിറ്റൽ ആറിന്റെ കൂടെ മാത്രമേ പോവുള്ളൂ. സ്മോൾ ടി ആരുടെ കൂടെ മാത്രമേ ഉള്ളൂ? സ്മോൾ ആറിന്റെ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നാം നോക്കിക്കോ,
ഈ ക്രോമസോമിന്റെ ഇവിടെ ക്യാപിറ്റൽ ആറും ഈ ക്രോമസോമിന്റെ ഇവിടെ സ്മോൾ ആറും വേറൊരു ക്രോമസോമിന്റെ ഇവിടെ ക്യാപിറ്റൽ ഡിയും വേറൊരു ക്രോമസോമിന്റെ ഇവിടെ സ്മോൾ ടിയും ആയിരിക്കണം. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ അല്ലീൽസ് സെയിം ക്രോമസോമിൽ ഇരിക്കരുത്, അത് വേറെ വേറെ ക്രോമസോമിൽ. ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ എൻട്രൻസിൽ ചോദിക്കാം എപ്പോഴാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. സോ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഇതൊന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഡൈഹൈബ്രിഡ് ക്രോസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. ഇതൊന്ന് വായിച്ചു നോക്കുക. ഇനി എന്താ പറയുക, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. വി വിൽ ബി ഹാവിങ് എ ലോങ് സെഷൻ. ഓക്കെ, നമ്മളൊരു ഇനിയിപ്പോൾ നമുക്ക് 2-3 ദിവസമേ ഉള്ളൂ, നമുക്കൊരു ലോങ് സെഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ എന്താ പറയുക, ഇതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് തൊട്ടായിരിക്കും പോവുക. അത് കഴിഞ്ഞ് നമ്മൾ മോളിക്കുലർ ബേസിസ് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്ത് പിന്നെ നമ്മളുടെ എവല്യൂഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വൈൻഡപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ അടുത്ത ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇനിയും നന്നായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക, ലാസ്റ്റ് മിനിറ്റ് വരെ വായിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. ഓക്കെ, താങ്ക് യു.